അല്ലാഹു സുബ്ഹാനഹു വ തആല യുവാക്കൾക്ക് നല്ല സ്ഥാനമാണ് പരിശുദ്ധ ഇസ്ലാമിൽ നൽകിയിട്ടുള്ളത്. അർശിന്റെ തണലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ സ്ഥാനം നൽകാമെന്നും അല്ലാഹു വാഗ്ദാനം ചെയ്തത് യുവാക്കൾക്കാണ്. അതുകൊണ്ട് ഏതൊരു യുവാവിനോടും യുവതിയോടും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിലെത്തുമ്പോൾ അവർക്ക് അല്ലാഹു നൽകിയ സമയം, സമ്പത്ത്, ആയുസ്, ആരോഗ്യം, ഇതിനെക്കുറിച്ചെല്ലാം നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരോട് ചോദിക്കും. അതിന് വ്യക്തമായ മറുപടി പറയാതെ ഒരാൾക്ക് പോലും നാളെ ആഖിറത്തിൽ അവരുടെ പാദം ചലിപ്പിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും എല്ലാവരും നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മയെല്ലാം വിചാരണയ്ക്ക് വിധേയരാക്കപ്പെടും എന്ന ഒരു വിശ്വാസത്തോടു കൂടി വേണം ജീവിക്കുവാൻ. ഈ ദുനിയാവിലെ കുറഞ്ഞ കാലയളവിലെ ജീവിതത്തിൽ അള്ളാഹുവിനും അവന്റെ റസൂലിനും വഴിപ്പെടാതെ, അനുസരണയില്ലാതെ, കേവലം പാശ്ചാത്യന്മാരെ പിൻപറ്റിക്കൊണ്ടുള്ള ജീവിതമാണ് നാം സ്വീകരിക്കുന്നതെങ്കിൽ നാളെ ആഖിറത്തിൽ നാം ഖേദിക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും, പ്രയാസപ്പെടേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഈ ദുനിയാവോടുകൂടി അസ്തമിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം മരണം മുതലാണ്. കേവലം കുറഞ്ഞ കാലയളവിലെ ജീവിതം മാത്രമാണ് നമുക്ക് ഈ ദുനിയാവിൽ അള്ളാഹു വാഗ്ദാനം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് യഥാർത്ഥ ജീവിതം ആഖിറമാണ്. അവിടെയാണ് ഒരിക്കലും നശിക്കാത്ത, ബുദ്ധിമുട്ടില്ലാത്ത, പ്രയാസമില്ലാത്ത, ഖേദിക്കേണ്ടാത്ത ഒരു ജീവിതം ആഖിറമാണെങ്കിൽ അള്ളാഹു ആ വീട്ടിലേക്കാണ് നമ്മളെ എല്ലാവരെയും ക്ഷണിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്വാളിറ്റി ഉള്ളവരെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ടാണ് ആ വീട്ടിലേക്ക് സെലക്ഷൻ നടത്തുന്നത്. ക്വാളിറ്റി ഉള്ളവരെ നോക്കും. എന്താണ് അവിടുത്തെ ക്വാളിറ്റി? ഓരോ വ്യക്തികളിലും ഉണ്ടാകുന്ന ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സമ്പത്തോ സാമ്പത്തികമായോ സൗന്ദര്യമായോ ഇതൊന്നുമല്ല അള്ളാഹുവിന്റെ നോട്ടം. അള്ളാഹു ഒരുവന്റെ ബാഹ്യ ഭാഗത്തിലേക്ക്, അവന്റെ വസ്ത്രത്തിലേക്ക്, അല്ലെങ്കിൽ അവന്റെ ആകാര സൗഷ്ഠവത്തിലേക്ക്, അവന്റെ രൂപഭാവങ്ങളിലേക്കുള്ള നോട്ടമല്ല അള്ളാഹുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവർത്തനം എത്രത്തോളമാണ് എന്നാണ് ശ്രദ്ധിക്കുന്നത്. ഓരോ സന്ദർഭത്തിലും അവന്റെ ഓരോ ചലനങ്ങളെയും ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവനാണോ ഇല്ലയോ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മലക്കുകളെ കൊണ്ട് രേഖപ്പെടുത്തിയതിനു ശേഷം നാളെ ആഖിറത്തിൽ അവനെ വിളിക്കുമ്പോൾ, വിചാരണയ്ക്ക് വിധേയനാക്കപ്പെടുമ്പോൾ, ആഖിറത്തിൽ റബ്ബിന്റെ കോടതിയിൽ 4 ചോദ്യങ്ങൾ ഇവനോട് അല്ലാഹു ചോദിക്കും. ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകിയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഔദാര്യത്തോടു കൂടി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. ഇത് ഞാനും നിങ്ങളും ഈ ചോദ്യത്തിന്റെ മുന്നിൽ വിറങ്ങലിച്ചു പോയാൽ, നമുക്കതിന് മറുപടി ഇല്ലാതെ പോയാൽ ആഖിറത്തിൽ ഞാനും നിങ്ങൾ നിരാശരായി പോകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലുള്ള വഅദ്, നസീഹത്തുൽ, ഉപദേശങ്ങളിലൂടെ ജനങ്ങൾ ദുനിയാവിന്റെ പിന്നാലെ പോകുമ്പോൾ ആഖിറവുമായി ഒരു ബന്ധമുണ്ടാക്കി കൊടുക്കുന്നതിനാണ് ഈ പ്രഭാഷണങ്ങൾ. അതുകൊണ്ട് ഈ പ്രഭാഷണങ്ങളിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്താണ്? ആഖിറവുമായുള്ളൊരു ബന്ധമാണ്. ഇന്നിപ്പോ ഇവിടുത്തെ വിഷയം യുവസമൂഹത്തിന്റെ അഴിഞ്ഞാട്ടം എന്ന് പറയുമ്പോൾ, ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇന്ന് യുവാക്കളുടെ അഴിഞ്ഞാട്ടത്തെ കുറിച്ച് ഈ വിനീതം പല ഭാഗങ്ങളിലും പറയാറുണ്ട്, പല സ്റ്റേജുകളിലും പറയാറുണ്ട്. പറച്ചിൽ നടക്കുന്നുണ്ട്, അഴിഞ്ഞാട്ടത്തിന് കുറവില്ല. അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. കല്യാണത്തിന്റെ അഴിഞ്ഞാട്ടം വല്ല കുറവുണ്ടോ? ആരെല്ലാം ഉലമാക്കൾ ഒന്നടങ്കം എതിർത്തിട്ടും അതിൽ യാതൊരു കുറവുമില്ല. പ്രഭാഷണങ്ങളെല്ലാം തുരുതുരെ നടന്നുകൊണ്ടിരിക്കുന്നു. 1 കിലോമീറ്ററിന്റെ ചുറ്റളവിൽ 4-5 പ്രഭാഷണങ്ങളാണ്. അവിടെ കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് കൂടുന്നു. കുറെ ലൈറ്റിന്റെ അലങ്കാരം, തോരണത്തിന്റെ അലങ്കാരം, കൊടികളെല്ലാം വെച്ച് വളരെ സന്തോഷത്തോടുകൂടി ഉത്സവത്തിന്റെ പ്രതീതി പോലെ പ്രഭാഷണങ്ങളും പ്രഘോഷണങ്ങളും ഒക്കെ നടക്കുമ്പോ സമുദായത്തിന്റെ അഴിഞ്ഞാട്ടത്തിന് ഒരു മാറ്റവും കാണുന്നില്ല. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താ? ഈ പ്രഭാഷണം കേൾക്കാൻ ഈ ഉമ്മത്ത് തയ്യാറല്ല. കേൾക്കുന്നത് ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നബിയെ ഉപദേശിക്കുക. വിശ്വാസികളാണെങ്കിൽ ആ ഉപദേശം അവർക്ക് പ്രയോജനപ്പെടും. അപ്പോ പ്രയോജനം, വിശ്വാസികളാണെങ്കിൽ പ്രയോജനപ്പെടും എന്ന് പറയുമ്പോൾ പ്രഭാഷണം കേട്ടിട്ട് ആ പ്രഭാഷണത്തെ ഉൾക്കൊണ്ട് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ ഒരു സമുദായം തയ്യാറാകാതെ വരുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അവൻ വിശ്വാസി അല്ല എന്നല്ലേ എന്റെ അർത്ഥം. പരിശുദ്ധ ഖുർആൻ ഗവേഷണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന സത്യമാണിത്. ഇന്ന് പ്രഭാഷണം എന്ന് പറയുന്നത് ആളുകളെ നോക്കിയിട്ട് വരും. എങ്ങനെയുണ്ട്, സ്റ്റണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ ചിരിയുണ്ടോ, തമാശയുണ്ടോ, കളിയുണ്ടോ, കോമഡി ഉണ്ടോ,
സജ്ജുണ്ടോ, ടെമ്പോ ഉണ്ടോ, ഇതൊക്കെ ഇങ്ങനെ നോക്കിയിട്ടാണ് ഇന്ന് പ്രഭാഷണത്തിന് ആളുകൾ വരിക. ഇൽമിനെ തേടിയിട്ടല്ല ആളുകൾ ഇന്ന് വരിക. ഇൽമ ദാഹിച്ചു വരുന്നവർക്ക് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ദീനിന്റെ കാര്യങ്ങൾ കേട്ട് പഠിക്കണം, മനസ്സിലാക്കണം എന്ന ചിന്തയോടുകൂടി വരും. പക്ഷെ അതല്ലാതെ വരുന്നത് വേറെന്തോ അത്ഭുതങ്ങൾ കാണാനും വേറെ എന്തോ മനസ്സിലാക്കാനും വേറെ എന്തോ ഒക്കെ ആ സദസ്സിൽ നിന്ന് പെറുക്കിയെടുക്കാനുമുള്ള ആവേശത്തോടെ വരുന്നു. പക്ഷെ അവര് അതുമായി പോകുന്നു. ജീവിതത്തിൽ മാറ്റമില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മതപ്രഭാഷണം നടക്കുന്നത് കാസർഗോഡ് ജില്ല. അസ്തമിക്കുന്നില്ല, പ്രഭാഷണത്തിന് തിരശീല വീഴുന്നില്ല. ഒരു പരിപാടി തുടങ്ങുമ്പോൾ അത് തീർന്നു കഴിഞ്ഞാൽ അടുത്ത പരിപാടിക്ക് വീണ്ടും തുടക്കം കുറിക്കുകയാണ്. സ്റ്റേജിൽ ഒരു പരിപാടി തീരുന്നപാടെ അവിടെ വെച്ച് അടുത്ത ബുക്കിംഗ് തുടങ്ങുകയാണ്. പ്രഭാഷണത്തിന് ഒരു കുറവുമില്ല. പക്ഷെ എന്തേ നമ്മുടെ സമുദായത്തിന് ഒരു മാറ്റം ഉണ്ടാകാത്തത്? ചെറുക്കളയിൽ ഞാൻ സംസാരിച്ചു, കല്യാണത്തിന്റെ ദൂരത്തിനെതിരെ സംസാരിച്ചു. ബോവിക്കാനത്ത് പ്രസംഗിക്കാൻ വരുമ്പോൾ അതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചെറുക്കളയിൽ തന്നെ വലിയ ഗാനമേള, DJ രാത്രി. ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ട് അല്പസമയം ഒന്ന് ശ്രദ്ധിച്ചു, ഒന്ന് ഇറങ്ങി പോയാലോ എന്ന് ആലോചിച്ചു പോയി. അപ്പോൾ ആ ഭാഗത്ത് നിന്നൊരു ചെറുപ്പക്കാരൻ നടന്നു വരുന്നു. അവനോട് ഞാൻ ചോദിച്ചു, അവിടെ ആളുകളുണ്ടോ? DJ നടന്നാൽ ആളുകളുണ്ടോ? അന്വേഷിച്ചപ്പോൾ എന്താ, പെണ്ണുങ്ങളൊക്കെ നല്ല തട്ടവിട്ട് അതോടുകൂടി മര്യാദയോടുകൂടി തസ്ബീഹും പിടിച്ചിട്ടാണ് കയ്യിലിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഈ പെണ്ണുങ്ങൾ എന്തിനു വാത് വെക്കണം? എവിടെയും സ്ത്രീകൾ ധാരാളം ഒരുമിച്ച് കൂടുന്നു. വാദിന്റെ സദസ്സുകളിൽ, ഖുർആൻ ക്ലാസിന്റെ സദസ്സുകളിൽ, ദിക്റിന്റെയും സലാത്തിന്റെയും സദസ്സുകളിൽ സഹോദരിമാരുടെ ആധിക്യമാണ്. പക്ഷേ ഈ പ്രഭാഷണങ്ങൾ കൊണ്ട് എന്ത് പുണ്യമാണ് അവർ ആർജിച്ചെടുക്കുന്നത്? അതെന്താ ചിന്തിക്കാത്തത്? പ്രഭാഷണത്തിന് വല്ല കുറവുണ്ടോ? ആളുകൾ കൂടുന്നതിന് വല്ല കുറവുണ്ടോ? അഴിഞ്ഞാട്ടത്തിന് എന്തേ പരിസമാപ്തി കുറിക്കാത്തത്? അഴിഞ്ഞാട്ടത്തിന് തിരശീല വീഴുന്നില്ല. അഴിഞ്ഞാട്ടം ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലുടനീളം. അതിന് നമ്മുടെ സ്ത്രീകളാണ് സാക്ഷ്യം വഹിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വിശ്വാസികളാണെങ്കിൽ നബിയെ പ്രഭാഷണം പ്രയോജനപ്പെടും, വിശ്വാസികളല്ലയോ പ്രഭാഷണം പ്രയോജനപ്പെടുകയില്ല. അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മളെല്ലാം വിശ്വാസികളാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാനും നിങ്ങളും വിശ്വാസികളാകാനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾ വിജയിച്ചു എന്ന് ഖുർആൻ പറഞ്ഞത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ആരാണ് വിശ്വാസികൾ? വിശ്വാസികൾ വിജയം വരിച്ചുവെന്ന് ഖുർആൻ പറയുമ്പോൾ നമസ്കാരത്തിൽ ഭവ്യതയുള്ളവരാണ് വിശ്വാസികൾ. നമസ്കാരത്തെ കൃത്യനിഷ്ഠയോടെ കാണുന്നവരാണ് വിശ്വാസികൾ. നമസ്കാരത്തിൽ വിനയത്തോടുകൂടി അല്ലാഹുവിനെ സമീപിക്കുന്നവരാണ് വിശ്വാസികൾ. അനാവശ്യ ആർഭാട ആഡംബര കാര്യങ്ങളുമായി ബന്ധമില്ലാത്തവരാണ് വിശ്വാസികൾ. അഴിഞ്ഞാട്ടവുമായി ബന്ധമില്ലവർക്ക്. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെടാത്തവരാണ് വിശ്വാസികൾ. ആ വിശ്വാസികളാണ് വിജയം വരിച്ചവർ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന്റെയും നരകത്തിന്റെയും അവകാശികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ സ്വർഗത്തിന്റെ അവകാശികൾ നരകത്തിന്റെ അവകാശികളെ നോക്കിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഫീ ജന്നാതി യതസാഅലൂൻ അനിൽ മുജ്രിമീൻ മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം وكنا نخوض مع الخائضين وكنا نكذب بيوم الدين حتى أتانا اليقين فما تنفعهم شفاعة الشافعين. പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് പ്രവേശന അനുമതി ലഭിച്ച അല്ലാഹുവിന്റെ യഥാർത്ഥ ദാസന്മാർ അഹങ്കാരികളായി ദുനിയാവിൽ ജീവിച്ചു മരിച്ച തമ്മാടി വർഗത്തെ നരകത്തിൽ കാണുമ്പോൾ അവരോട് ചോദിക്കുകയാണ്,
ഫീ ജന്നാതി അനിൽ മുജ്രിമീന മാ സലകകും ഫീ സഖർ. എന്തേ നിങ്ങൾ സഖർ എന്ന് പറയുന്ന മാരകമായ ശിക്ഷകളുള്ള, ചൂടുള്ള, മാരകമേറിയ ശിക്ഷകളുള്ള, ഭാരമേറിയ ശിക്ഷകളുള്ള സഖർ എന്ന നരകത്തിൽ കടക്കാനുള്ള കാരണം എന്തേ? സ്വർഗവാസികൾ നരകവാസികളോട് ചോദിക്കുമ്പോ ആ നരകത്തിന്റെ അടിമകളായി അതപ്പതിച്ചു പോയ അഹങ്കാരികൾ വിളിച്ചു പറയുകയാണ്, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾക്ക് നമസ്കാരം ഉണ്ടായിരുന്നില്ല, വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ സാധുക്കൾക്ക് ഭക്ഷണം നൽകിയിരുന്നില്ല, വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായി, അഴിഞ്ഞാട്ടവുമായി, അഹങ്കാരവുമായി, ആർഭാടവുമായി, ആനന്ദവുമായി, അല്ലാഹുവിന് നിരക്കാത്ത പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞുകൂടിയവരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നരകത്തിൽ കിടക്കാൻ വിധിക്കപ്പെട്ടത്. നാളെ നരകവാസികൾ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുകയാണ്. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. എത്രയെത്ര പ്രഭാഷണങ്ങൾ കേട്ടിട്ടും, എത്രയെത്ര പഠിച്ചിട്ടും, എത്രയെത്ര ചിന്തിച്ചിട്ടും, എത്രയെത്ര പാഠം തന്റെ മുന്നിലുണ്ടായിട്ടും ആ പാഠത്തിന്റെ വഴികളെ അവലംബിക്കാത്ത മനുഷ്യ, നാളെ ആഖിറത്തിൽ നീ ഖേദിക്കേണ്ടി വരും. ആ ഖേദ പ്രകടനമാണ് പരിശുദ്ധ ഖുർആൻ നിന്നെ അവതരിപ്പിക്കുന്നത്. ആ ഖേദ പ്രകടനം നാളെ പറയും, വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു പോയി, പടച്ചവനെ രക്ഷയില്ല പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നരകാവകാശികളോട് സ്വർഗാവകാശികൾ പറയും, എന്താപ്പാ നിങ്ങൾ വെറുതെ ഇങ്ങനെ ദുനിയാവിൽ വെറുതെ സമയം പാഴാക്കി നടന്നില്ലേ? സമയം വെറുതെ പാഴാക്കിയിട്ട് നിങ്ങൾ നടന്നില്ലേ? എന്താ കാരണം? ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ടവരാണ്. അപ്പൊ നരകാവകാശികൾ സ്വർഗാവകാശികൾ പറയും, അല്പം വെള്ളം ഞങ്ങൾക്ക് തരുമോ? നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് അല്പമെങ്കിലും ഞങ്ങൾക്ക് തരുമോ? വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന അൻ അഫീളൂ അലൈനാ മിനൽ മാ ഔ മിമ്മാ റസഖകുമുല്ലാഹ് ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. സ്വർഗാവകാശികളോട് നരകാവകാശികൾ യാചിക്കുകയാണ്, ചോദിക്കുകയാണ്, നാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന അൻ അഫീളൂ അലൈനാ മിനൽ മാ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. സ്വർഗത്തിന്റെ മടിത്തട്ടിൽ വിരാജിക്കുന്ന സ്വർഗീയ അലങ്കാരങ്ങളുടെ പിന്നിൽ കഴിയുന്ന സ്വർഗത്തിന്റെ അവകാശികളെ നോക്കിക്കൊണ്ട് നരകത്തിന്റെ അവകാശികൾ വിളിച്ചു പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ വിഭവങ്ങളിൽ അല്പം ഞങ്ങൾക്ക് നിങ്ങൾ നൽകി ഞങ്ങളെ സമാധാനിപ്പിക്കണമേ, സഹായിക്കണമേ. അല്പം വെള്ളം നൽകണമേ, അല്പം വിഭവങ്ങൾ നൽകണമേ. നരകവാസികൾ സ്വർഗവാസികളോട് യാചിക്കുകയാണ്, യാചിക്കുകയാണ്. വഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. ദുനിയാവിൽ അഹങ്കരിച്ച് നടന്നവരല്ലേ നിങ്ങൾ? ദുനിയാവിൽ അല്ലാഹുവിനെ മതിമറന്ന് ജീവിച്ചവരല്ലേ? പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകളെ മാനിക്കാതെ ദുനിയാവിൽ യഥേഷ്ടം നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വിരാജിച്ചവരല്ലേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളുടെ മേൽ ഇത് ഹറാമാക്കിയിരിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം നിങ്ങൾക്ക് തരാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അല്ലാഹു ഞങ്ങൾക്ക് തന്ന വിഭവങ്ങൾ നിങ്ങൾക്ക് നൽകാൻ സാധ്യമല്ല. ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. അവിശ്വാസികളെ, അഹങ്കാരികളെ, അധർമ്മകാരികളെ, ഈ ഭക്ഷണവും പാനീയവും അല്ലാഹു നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുകയാ.
നരകാവകാശികളെ നോക്കിയിട്ട് സ്വർഗാവകാശികൾ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്തേ അതിനുള്ള കാരണം? വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദുനിയാവിൽ നടന്നവരാണ്. ദുനിയാവിന്റെ മടിത്തട്ടിൽ അഹങ്കാരത്തിന് കൂട്ടി നിന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾ ആഖിറത്തിൽ ഈ പീഡനങ്ങൾ അനുഭവിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ അറിയിച്ചേരിയാണ്. ഈ ഖുർആൻ നമ്മുടെ മുന്നിൽ വ്യക്തമായ രൂപരേഖയോടുകൂടി ഇത് പഠിപ്പിച്ചു തരുമ്പോൾ ഈ ഉമ്മത്ത് അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അല്ലാഹു തആല പറയാ, വിട്ടേക്ക്, അവന്റെ കാര്യം നോക്കണ്ട, ഞാൻ അവന്റെ കൈകാര്യം ചെയ്തോളാം. فمن تولى فما أرسلناك عليهم حفيظا. നബിയെ, പരിശുദ്ധ ഖുർആനിന്റെ വചസ്സുകളിലൂടെ ഈ സമുദായം അങ്ങയെ സ്വീകരിച്ചില്ല എങ്കിൽ, ആഖിറത്തിന്റെ വിജയത്തെ അവർ ആഗ്രഹിച്ചില്ല, കൊതിച്ചില്ല എങ്കിൽ, നുവല്ലിഹി മാ തവല്ല, അവൻ തിരിയുന്ന ഭാഗത്തേക്ക് നാം അവനെ തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, അവസാനം കത്തിക്കാളുന്ന നരക കുണ്ടാരത്തിലേക്ക് നാം അവനെ പ്രവേശിപ്പിക്കും. വസാത്ത് മസീറാ, അത് വളരെ ദുർഘടം പിടിച്ച സങ്കേതമത്രേ. പോകുന്നവൻ അതിന്റെ വഴിക്ക് പോയിക്കോട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തീരുമാനമാണ്. ഖുർആനും ഹദീസും നിങ്ങളുടെ മുന്നിൽ എടുത്ത് ഉദ്ധരിച്ചിട്ട് ഈ അഴിഞ്ഞാട്ടത്തെക്കുറിച്ചും അഹങ്കാരത്തെക്കുറിച്ചും പാഠങ്ങൾ നിങ്ങളുടെ മുന്നിൽ പഠിപ്പിച്ചു തരുമ്പോൾ അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ, നുവല്ലിഹി മാ തവല്ല, അവൻ പോകുന്ന വഴിയിൽ ഞാൻ അവനെ വിട്ടേക്കും. അതാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിക്കാൻ, അല്ലാഹു വിചാരണ ചെയ്യാൻ, അല്ലാഹു ചോദിക്കാൻ അതിനൊരു സമയം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അത് ആഖിറത്തിലാണ്. അതുകൊണ്ട് ദുനിയാവിൽ കുറഞ്ഞ സമയം അല്ലാഹു നമ്മുടെ മേലെ തീരുമാനിച്ചിട്ടുണ്ട്. ആ സമയം പൂർത്തീകരിച്ചതിന് ശേഷം പിന്നെ അള്ളാന്റെ കൈകളിലാണ് നമ്മൾ. പിന്നീട് അവന്റെ കൈകളിൽ നിന്ന് കുതിരി മാറാൻ നമുക്ക് കഴിയുകയില്ല. ഇന്ന ബത്ശ റബ്ബിക ലശദീദ്, ഒരു വല്ലാത്ത പിടിയാണ് അവൻ പിടിക്കുമ്പോൾ. അതിനു മുമ്പ് നിങ്ങളുടെ അഹങ്കാരങ്ങൾ അധികരിക്കുമ്പോൾ ചെറിയ ചെറിയ വിപത്തുകൾ അല്ലാഹു നിങ്ങൾക്ക് നൽകി നിങ്ങളെ പരീക്ഷിക്കും. وَلَنُذِيقَنَّهُمْ مِنَ الْعَذَابِ الْأَدْنَى دُونَ الْعَذَابِ الْأَكْبَرِ لَعَلَّهُمْ يَرْجِعُونَ. വലിയ വലിയ വിപത്തുകൾ വരുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ആപത്തുകളും വിപത്തുകളും നൽകി അല്ലാഹു നിങ്ങളെ രുചിപ്പിക്കുകയാണ്, പരീക്ഷിക്കുകയാണ്. എന്തിനാണെന്നറിയോ? ലഅല്ലഹും യർജിഊൻ, അവനിലേക്ക് മടങ്ങാനാണ്, അവനിലേക്ക് മടങ്ങാനാണ്. പശ്ചാത്തപിച്ച് മടങ്ങാൻ അല്ലാഹു ഒരവസരം നൽകുമ്പോ ആ അവസരം പാഴാക്കരുതേ യുവാക്കളെ. അല്ലാഹു നമുക്ക് നൽകിയ ആരോഗ്യം, നമുക്ക് നൽകിയ സമ്പത്ത്, നമുക്ക് നൽകിയ ആയുസ്, നാളെ ആഖിറത്തിൽ ഇതിനെക്കുറിച്ച് ചോദ്യമുണ്ടാകും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന അവ്വല മാ യുസ്അലുൽ അബ്ദു യൗമൽ ഖിയാമത്തി മിനൻ നഈം. നാളെ ആഖിറത്തിൽ വിചാരണയുടെ വേദിയിൽ ഖിയാമത്തിന്റെ നാളിൽ ആദ്യമായി ഒരു ചെറുപ്പക്കാരനോട് ചോദിക്കുന്നത് മിനൻ നഈം, അല്ലാഹു അവന് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചാണ്, അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. ഇന്ന് ദുനിയാവിൽ അനുഗ്രഹങ്ങൾ അല്ലാഹു വാരിക്കോരി നിനക്ക് തരുമ്പോ അത് അല്ലാഹുക്ക് ഇഷ്ടപ്പെടാത്ത മാർഗത്തിലൂടെ ചെലവ് ചെയ്യുകയല്ലേ? ആരാണ് ചോദിക്കാൻ? ആരാണ് ചോദിക്കാൻ? ആര് ചോദിച്ചാലും അവന്റെ ചോദ്യത്തിന്റെ മുന്നിൽ നിനക്ക് യാതൊരു വിലയുമില്ല. കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണ്. 10 കോടിയുടെ കല്യാണം ഇവിടെ ആർത്ത് തിമിർത്ത് അട്ടഹസിക്കുമ്പോ 12 കോടി ചെലവാക്കിക്കൊണ്ട് മറ്റു മറുഭാഗത്ത് കല്യാണത്തിന്റെ ആനന്ദ നൃത്തം നീ ചവിട്ടുകയല്ലേ? ആഖിറത്തെ മറന്നു പോവുകയല്ലേ? ആഖിറത്തെ മറന്നു പോവുകയല്ലേ? എത്രയെത്ര ആഡംബര കല്യാണങ്ങളാണ് ഇന്ന് തന്റെ വീട്ടിൽ കണ്ണുനീരോടുകൂടി തന്റെ വീടിന്റെ ഉള്ളിൽ അന്തസ്സും അഭിമാനവും പണയപ്പെടുത്തിക്കൊണ്ട് കഴിയുന്നത്. കോടികൾ ചെലവ് ചെയ്ത കല്യാണങ്ങളെല്ലാം ഇന്ന് നശിച്ചു കൊണ്ടിരിക്കുകയാ.
പരിശുദ്ധ പ്രവാചകന്റെ വാക്കുകളെ സ്വീകരിക്കാത്തതിന്റെ ഏറ്റവും പരമപ്രധാനമായ ഉദാഹരണമാണ്. എത്രയെത്ര പെൺകുട്ടികളാണ് കണ്ണുനീര് കുടിച്ചുകൊണ്ട് ഇനി ഞങ്ങൾക്കൊരു വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് പ്രതിജ്ഞയെടുത്ത് വീടിനുള്ളിൽ കഴിയുന്നതെങ്കിൽ നാണമില്ലേ യുവാക്കളെ, യുവതികളെ? അന്യ സ്ത്രീകളും അന്യ പുരുഷന്മാരുമായി പാതിരാ സമയത്ത് 12 മണി കഴിഞ്ഞിട്ട് DJ എന്ന കോപ്രായത്തിന്റെ പേര് പരസ്പരം കെട്ടിപ്പിടിച്ച് ആടാൻ ഇതാരുടെ സംസ്കാരമാണ്? പാശ്ചാത്യന്റെ സംസ്കാരമല്ലയോ? ഇന്തോനേഷ്യക്കാരന്റെ സംസ്കാരമല്ലയോ? തായ്ലൻഡുകാരന്റെ സംസ്കാരമല്ലയോ? തായ്ലൻഡുകളുടെ സ്വഭാവം എന്താണ്? ആണും പെണ്ണും ഒരുമിച്ചാണ് യാത്ര, കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് യാത്ര. എന്റെ ഭാര്യയ്ക്ക് അവനോടൊപ്പം യാത്ര ചെയ്യാം, അവന്റെ ഭാര്യയ്ക്ക് എന്നോടൊപ്പം യാത്ര ചെയ്യാം. എന്റെ മക്കൾക്ക് അവനോടൊപ്പം നൃത്തം ചവിട്ടാം, അവന്റെ മക്കൾക്ക് എന്നോടൊപ്പം നൃത്തം ചവിട്ടാം. അതല്ലേ അമ്പിയാക്കൾ, ഔലിയാക്കൾ, അള്ളാഹുവിന്റെ ആരിഫീങ്ങളുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഈ കാസർഗോഡിന്റെ നെഞ്ചത്ത് നാം കാണുന്നത്? എത്രയെത്ര പണ്ഡിതന്മാരും എത്രയെത്ര ഉലമാക്കളും പരിശുദ്ധമായ മിമ്പറിലൂടെയും മെഹ്റാബിലൂടെയും ഗർജിച്ചിട്ട് ഈ സമുദായത്തിന് വല്ല മാറ്റമുണ്ടോ? മാറ്റമുണ്ടോ? വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. ആയത്തുകളും പരിശുദ്ധ ഖുർആനുകളും ഒരു തമാശയല്ല, ഒരു ബാലപാഠമല്ല, ആഖിറത്തിന്റെ വിളക്കാണ്. പരിശുദ്ധ ഖുർആനിലൂടെ ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടി ആരൊരാൾ പരിശ്രമിച്ചാൽ അവന്റെ ഖബർ അവന് അനുകൂലമായിരിക്കും, ആഖിറം അവന് അനുകൂലമായിരിക്കും. അതല്ല എങ്കിൽ ഖബർ വെറുതെ വിടുകയില്ല. ഖബറിനകത്ത് നിന്നോടൊപ്പം തുള്ളിച്ചാടി നൃത്തം ചവിട്ടിയ ഒരാൾ പോലുമില്ല. ഒറ്റപ്പെട്ട ഇരുണ്ട തുരുത്തിനകത്തേക്ക് കിടക്കേണ്ടവനാണ്. ഇന്ന് കറണ്ട് ഇല്ല എങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ സമയം സ്വസ്ഥമായി വീട്ടിനകത്ത് കഴിയാൻ നമുക്ക് സാധ്യമല്ല എങ്കിൽ നമ്മൾ തണുപ്പ് തേടി ശീതള ഛായയിലേക്ക് വീടിന്റെ ഉള്ളിൽ നിന്ന് പുറം ഭാഗങ്ങളിലേക്ക് നെട്ടോട്ടം ഓടുന്നുവെങ്കിൽ സഹോദരാ, സഹോദരാ, 6 അടി മണ്ണിന്റെ ഇരുണ്ട മുറിയിലേക്ക് പോകേണ്ടവനല്ലേ? ആ ആഖിറത്തിലേക്ക് കടക്കേണ്ടവനല്ലേ? വിചാരണയ്ക്ക് വിധേയനാകേണ്ടവനല്ലേ? അതിനെക്കുറിച്ച് നിനക്ക് ധാരണയുണ്ടോ? ചിന്തയുണ്ടോ? കേവലം 1 മണിക്കൂറോ 2 മണിക്കൂറോ പാതിരാ സമയത്ത് അന്യ സ്ത്രീകളും അന്യ പുരുഷനും ഒരുമിച്ചിരുന്നു കൊണ്ട് നൃത്തം ചവിട്ടുമ്പോ അല്ലാഹുവിന്റെ റഹ്മത്ത് ആ നാട്ടിലുണ്ടാകുമോ? ആ വീട്ടിലുണ്ടാകുമോ? ഇത് കേവലം പാശ്ചാത്യന്റെ അഴിഞ്ഞാട്ടം.